ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഉള്ളി സാമ്പാറാണ്. വരൂ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഉള്ളി സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് വയ്ക്കാം. അതിനുശേഷം ഒരു ബൗളിലോട്ട് 1/2 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകിയെടുക്കാം. പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് പ്രഷർ കുക്കറിലോട്ട് മാറ്റാം. അതിനോടൊപ്പം തന്നെ ഒരു 10 ചെറിയുള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു കഷ്ണം കട്ടിക്കായം ഇട്ട് കൊടുക്കുക. കായപ്പൊടിയേക്കാൾ നല്ലത് ഇതുപോലത്തെ കട്ടിക്കായാണ്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം പരിപ്പ് നന്നായിട്ട് വേവിച്ചിടുക. പരിപ്പ് നന്നായി ഒന്ന് വെന്ത് ഉടയണം. അതിനുശേഷം ഒരു 250-300 ഗ്രാമോളം ചെറിയുള്ളി നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കാം. ഉള്ളിയിൽ വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോകുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം വെള്ളത്തിൻ്റെ അംശം പോയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വഴറ്റിയെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വല്ലാണ്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴന്നാലും മതിയാവും. ഇത്രത്തോളം ആകുമ്പോൾ ഒരു 3 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു മീഡിയം സൈസ് തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇട്ട് കൊടുക്കുക. നന്നായി വഴറ്റിയെടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ വല്ലാണ്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു അവസ്ഥ ആകുമ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഫ്ലെയിം കുറച്ച് ഇട്ടിട്ട് വേണം, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഒന്നര ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പൊടികളിട്ടിട്ട് അധികം നേരം ഇളക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കുക്കറിലിട്ട പരിപ്പ് നന്നായി വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. 3 വിസിൽ ആണ്. 3 വിസിൽ വരെയാണ് ഇത് വെച്ചത്. പരിപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഉള്ളിലേക്കൊന്ന് വേവാനായിട്ട്. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഉള്ളിയൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. തിക്കായ കൺസിസ്റ്റൻസിയാണ്. ഇതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ച് എടുക്കണം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കി മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ മിക്സ് ആവില്ല. അത് കാരണം ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൽ സാമ്പാർ പൊടി മിക്സ് ചെയ്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കണം. സാമ്പാർ പൊടി ഇട്ട ശേഷം അധികം നേരം തിളയ്ക്കേണ്ട ആവശ്യമില്ല. റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വറവിടാം. ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. മൂന്ന് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ചോറിനോടൊപ്പം വേണമെങ്കിലും കഴിക്കാം, ഇഡലിക്കും ദോശയോടൊപ്പം വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.